ഉസ്താദിനോടാണ്. എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്നാണുള്ളത്. ആ മതത്തിൻ്റെ ഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും ഒരു മുത്തുച്ചുപ്പി അല്ലെങ്കിലും ഒരു ബാലരമയായിട്ടെങ്കിലും ഞാൻ കാണുന്നു. പിന്നെ എൻ്റെ ചോദ്യം, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം തെറ്റാണെങ്കിൽ അത് ദൈവികമാണോ? അത്രയേ ഉള്ളൂ. വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ്, മനസ്സിലാക്കാനാണ്. എൻ്റെ വിശ്വാസപ്രകാരം മറ്റു മതഗ്രന്ഥങ്ങളെ ഞാൻ ജനാധിപത്യപരമായി ബഹുമാനിക്കുന്നു. മാത്രവുമല്ല, ആ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപക്ഷെ 1,24,000 പ്രവാചകന്മാർ ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ടുണ്ട് എന്നാണ്. ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട പിന്നെ അതിന്റെ കൈകടത്തലുകളുടെ രൂപമായേക്കാം എന്നുള്ള സാധ്യതയുമുണ്ട്. ഖുർആനിൽ തെറ്റായൊരു പരാമർശമുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് പറയുന്നത് പോലും ശരിയല്ല. അത് ലോജിക്കൽ ഫാലസിയാണ്. ഖുർആനിൽ തെറ്റില്ല. ആ ട്രാപ്പിൽ എന്നെ ഇടലായിരുന്നോ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. മറ്റൊരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല. ഈ ശരീരം പോലും അള്ളാഹുവിൻ്റെതാണെന്നാണ്. ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു എന്നതുകൊണ്ട് അതേ വിശ്വസിക്കൂ. മറ്റൊരു കാര്യം, മെഡിക്കൽ കോളേജിലേക്ക് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് കെട്ടിയതെന്താ? കെട്ടിപ്പൊക്കിയത് നാസ്തികരാണോ? മതവിശ്വാസികളും കൂടിയല്ലേ? നിങ്ങൾക്ക് ഈ ഡെഡ് ബോഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ശരീരഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാവണ്ടേ? കേരളത്തിലെ ഏതെങ്കിലും നാസ്തിക യുക്തിവാദി പ്രസ്ഥാനങ്ങൾ സ്വന്തമായി ചാരിറ്റി വിരിച്ചിട്ട് മെഡിക്കൽ കോളേജ് കെട്ടിയിട്ടുണ്ടോ? അതിവിടെ മതസംഘടനകളും മതവിശ്വാസികളും ബക്കറ്റിൽ പൈസ ഇട്ടൊക്കെ ഉണ്ടാക്കിയതാണ് മെഡിക്കൽ കോളേജുകൾ. ഏതെങ്കിലും മതമാണെങ്കിലും നാസ്തികരൊരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കെട്ടിയിട്ടില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ ആ വണ്ടി കയറ്റണ്ട. മറ്റൊന്ന്, ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ അവിടെയുള്ള ബക്കറ്റുകളിലൊക്കെ, ചാരിറ്റി ബക്കറ്റിലൊക്കെ ഏതെങ്കിലും മതസംഘടനയുടെ സ്ലിപ്പാണ് ഒട്ടിച്ചത്. ഇനി നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കുന്നു, ഐ അപ്രീഷിയേറ്റ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അനുമോദിക്കുന്നു. പക്ഷെ കൂടുതലും ഉള്ളത് സ്വാഭാവികമായി വിശ്വാസികൾ കൂടുതലായതിനാൽ മതസംഘടനകളാണ്. അപ്പൊ മെഡിക്കൽ കോളേജിന്റെ കഥയൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. നോക്ക്, നമ്മൾ അമേരിക്കയിലേക്ക് പോകണ്ട, റഷ്യയിലേക്ക് പോകണ്ട, ഈ ഹാളിലേക്ക് വാ. ഈ ഹാളിൽ വിഷയത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ബോംബ്, വധം, തലവെട്ടുക, ഭീഷണി, ജീവനോടെ പോകാൻ പറ്റൂല, അവിടെ ബോംബ് പൊട്ടരുത്, ഇങ്ങനെയുള്ള ഹിംസാത്മകമായ പദങ്ങൾ ആരാണ് കൂടുതൽ ഉപയോഗിച്ചത്? അതെന്നെ ആലോചിച്ച് നോക്കൂ. എന്നെ ഈ അത്തരം പദങ്ങൾ വിഷയത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കന്റെ റഷ്യന്റെയും കഥ പറഞ്ഞപ്പോൾ ആയുധം എന്നൊരു വാക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ തികഞ്ഞാണല്ല, ഓർമ്മ തെറ്റാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബ് വാളെന്നുള്ള പദം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വിഷയത്തിന്റെ ഭാഗമായിട്ട് പോലും. കാരണം വിശ്വാസം എന്നെ ആക്കി തീർത്തത് സോക്കാം. അതാണ് അതിന്റെ ഉത്തരം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി, ഒട്ടും ഫോർമൽ അല്ല, വളരെ നിർവാജ്യമായി പറയട്ടെ, നിങ്ങളിലൊക്കെയുള്ള വിശ്വസ്തത കൊണ്ടും നിങ്ങളിലുള്ള നന്മ അംഗീകരിച്ചുകൊണ്ടുമാണ് ഈ ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ എത്തിയത്, എല്ലാവരും എത്തിയത്. ഏതെങ്കിലും വാക്കുകൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലി സോറി. നമുക്കിനിയും മനോഹരമായി ജീവിക്കണം, കാണാം, സംവദിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കണ്ട.